IELTS റീഡിങ് കുറച്ച് ഡിഫിക്കൽട്ടാണല്ലേ? അതിനൊരു എളുപ്പ വഴിയാണ്, പഠിച്ചാലോ? ഒരു പേപ്പറും പേനയൊക്കെ എടുത്തു വെച്ചു, നമ്മളൊരു 6 സ്റ്റെപ്പ് റീഡിംഗ് ടെക്നിക് പഠിക്കാൻ പോകാം. Without further ado, let's get started. Step number 1. Read the title and all the topic sentences of the paragraphs. Read the title. ടൈറ്റിൽ ഒന്ന് ആദ്യം വായിക്കാം. എന്തിനാണ് ടൈറ്റിൽ വായിക്കുന്നത്? നമുക്ക് ആ പാസേജ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും. ടോപ്പിക് സെൻറ്റൻസസ് എന്ന് വെച്ചാൽ ആ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ. പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ ആ പാരഗ്രാഫ് എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 2. റീഡ് കെയർഫുള്ളി ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ടാർഗറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ്. IELTSൽ പല കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ട്രൂ ഓർ ഫോൾസ്, സമ്മറി കംപ്ലീഷൻസ്, അങ്ങനെ പലതും. ചില ക്വസ്റ്റ്യൻസ് 1 വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ 2 or 3 വേർഡ്സ്. അത് നോക്കി നമ്മൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് പോകും. സ്റ്റെപ്പ് 3. അണ്ടർലൈൻ ദ കീവേഡ്സ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിൽ ചില കീവേഡ്സ് ഉണ്ടാവും, അതിനെ നമ്മൾ മനസ്സിലാക്കി മാർക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4. ഫൈൻഡ് ഔട്ട് ദി ടാർഗറ്റ് പാരഗ്രാഫ്. ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ച കീവേഡ്സ് ഉള്ള പാരഗ്രാഫ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കീവേഡ്സ് എന്ന് പറയുന്നത് അതേപോലെ ആയിരിക്കില്ല ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ സിനണിംസ് ആയിരിക്കും. അപ്പോൾ ഈ കീവേഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ടാർഗറ്റ് പാരഗ്രാഫ് കണ്ടുപിടിക്കേണ്ടത്. ഇനി സ്റ്റെപ്പ് 5. കം ബാക്ക് ടു ദ സെയിം ക്വസ്റ്റ്യൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ് ഇൻ യുവർ റീജിയണൽ ലാംഗ്വേജ്. നമ്മുടെ കേസിൽ മലയാളം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് മലയാളത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയുള്ള ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. The final step. Go to the target paragraph once again, read the paragraph in depth and find out the answer. എന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ മലയാളം മീനിങ് കണ്ടെത്തി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ആ മലയാളം മീനിങ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ടാർഗറ്റ് പാരഗ്രാഫ് സ്കിമ്മിങ് ചെയ്യാതെ, മീനിങ് ഓടിച്ച് വായിക്കാതെ അറ്റ് എ റീസണബിൾ പേസിൽ വായിച്ചു നോക്കുക. യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് ദി ആൻസർ. ഇപ്പം നമുക്ക് ആ സ്റ്റെപ്സ് എന്താണെന്ന് അറിയാം. ഇനി നമുക്ക് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കേംബ്രിഡ്ജ് 16 ടെക്സ്റ്റ് 1 കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെച്ചു, നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? റീഡ് ദ ടൈറ്റിൽ ആൻഡ് ഓൾ ദ ടോപ്പിക് സെൻറ്റൻസസ് ഓഫ് ദ പാരഗ്രാഫ്സ്. ടോപ്പിക് സെൻറ്റൻസ് എന്തായിരുന്നു? ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സ്റ്റെപ്പ് നമ്പർ 2. റീഡ് കെയർഫുള്ളി ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ടാർഗറ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ്. ഇവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്താണ്? ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൺ ആണ്. ഇവിടെ ട്രൂ എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മുടെ പാസേജിലെ ഇൻഫർമേഷനുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രൂ. എഗ്രി ചെയ്യുന്നില്ല, അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ഫോൾസ്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻഫർമേഷൻ പാരഗ്രാഫിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഗിവൺ. ഇനി സ്റ്റെപ്പ് നമ്പർ 3. അണ്ടർലൈൻ ദ കീവേഡ്സ്. ഇവിടെ കീവേഡ്സ് ഏതൊക്കെയാണ്? ഷിപ്പ് ബിൽഡിംഗ് സ്കിൽസ്, passed on, the Greeks and the Egyptians. ഇനി സ്റ്റെപ്പ് 4. ഫൈൻഡ് ഔട്ട് ദ ടാർഗറ്റ് പാരഗ്രാഫ്. ടാർഗറ്റ് പാരഗ്രാഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ കീവേഡ്സ് ഈ പാരഗ്രാഫിൽ ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഷിപ്പ് ബിൽഡിംഗ് സ്കിൽസ്. ഇവിടെ ഷിപ്പ് ബിൽഡിംഗ് എന്ന് 2-3 പ്രാവശ്യം ഉണ്ട് അല്ലേ? സ്കിൽസ് ഉണ്ടോ നോക്കാം. ലേൺ ടു ബിൽഡ് ഷിപ്സ്. സ്കിൽസിന് പകരം ലേൺഡ് എന്നാണ് ഇവിടെ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ സിനോണിംസ്. ഇനി ദ ഗ്രീക്സ് ആൻഡ് ദ ഈജിപ്ഷ്യൻസ്. ദെൻ ദിസ് ഈസ് ദ ടാർഗറ്റ് പാരഗ്രാഫ്. ഇനി സ്റ്റെപ്പ് 5. കം ബാക്ക് ടു ദ സെയിം ക്വസ്റ്റ്യൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ് ഇൻ യുവർ റീജിയണൽ ലാംഗ്വേജ്. നമ്മുടെ കേസിൽ മലയാളം. മലയാളത്തിൽ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. The Romans' shipbuilding skills were passed on to the Greeks and the Egyptians. റോമൻസിൻ്റെ ഷിപ്പ് ബിൽഡിംഗ് സ്കിൽസ് ഗ്രീക്സിലേക്കും ഈജിപ്ഷ്യൻസിലേക്കും കൈമാറി. ഇനി ഫൈനൽ സ്റ്റെപ്പ്. 6th സ്റ്റെപ്പ് എന്തായിരുന്നു? ഗോ ടു ദ ടാർഗറ്റ് പാരഗ്രാഫ് വൺസ് അഗെയിൻ, റീഡ് ദ പാരഗ്രാഫ് ഇൻ ഡെപ്ത് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ഇനി ഇതിൻ്റെ മലയാളം മീനിങ് എന്തായിരുന്നു? റോമൻസിൻ്റെ ബിൽഡിംഗ് സ്കിൽസ് ഗ്രീക്സിലേക്കും ഈജിപ്ഷ്യൻസിലേക്കും കൈമാറി. അത് കണ്ടുപിടിക്കാൻ, അത് ശരിയാണോ നോക്കാൻ നമുക്ക്
നമ്മുടെ ടാർഗറ്റ് പാരഗ്രാഫ് ഒന്നുകൂടെ ഇൻഡെപ്തായിട്ട് വായിച്ചു നോക്കാം. നിങ്ങളൊന്ന് വായിച്ചേ. നമ്മുടെ ടാർഗറ്റ് പാരഗ്രാഫിൻ്റെ ടുവേഴ്സ് ദി എൻഡിലേക്ക് വരുമ്പോൾ ദ റോമൻസ് വെയർ നോട്ട് ട്രഡീഷണലി സെയിലേഴ്സ്, അവർ ട്രഡീഷണലി സെയിലേഴ്സ് അല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ ലേൺ ടു ബിൽഡ് ഷിപ്സ് ഫ്രം ദ പീപ്പിൾ ദാറ്റ് ദേ കോൺകേർഡ്, നെയിംലി ദ ഗ്രീക്സ് ആൻഡ് ദ ഈജിപ്ഷ്യൻസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഗ്രീക്സിൽ നിന്നും ഈജിപ്ഷ്യൻസിൽ നിന്നുമാണ് റോമൻസ് ഷിപ്പ് ബിൽഡ് ചെയ്യാൻ പഠിച്ചതെന്നാണ്. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? റോമൻസിൻ്റെ ഷിപ്പ് ബിൽഡിംഗ് സ്കിൽസ് ഗ്രീക്സിനും ഈജിപ്ഷ്യൻസിനും പാസ് ഡൗൺ ആയി എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്നാണ്. കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് ആൻസർ കണ്ടെത്തിയതെന്ന്? ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കും. ഇത് ട്രൂ ഓർ ഫോൾസിൻ്റെ കേസ് മാത്രമാണ്. ഇതുപോലെ പല ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്, അതിന് പല ടെക്നിക്സും ഉണ്ട്. ആ ടെക്നിക്സ് ഒക്കെ പഠിക്കാൻ ക്ലിക്ക് ദ ബട്ടൺ ബിലോ.